കുടിയാ അല്ലയോ? കുടിയാ, കുടിയോട് കുടിയാ, കുടിച്ചിട്ട് മാറുന്നില്ല. നീ കാണുമ്പോൾ തൊട്ട് ഇവൻ കുടിയാ അല്ലേ? കുടി നിർത്താം, നിർത്തിയേക്കാം, നിർത്താം. എല്ലാരും ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചേ. ഈ വീട്ടിൽ ഇന്ന് രാവിലെ ഒരു സമാധാനം ഉണ്ടാകാൻ പോവാ. ഇവിടെ വീട്ടിൽ ഇന്ന് രാവിലെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോവാ. ഇവന് മനസ്സോടെ ഇത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവന് നിർത്താൻ പറ്റാത്ത പോലെ ഇവന്റെ മേൽ കുരുങ്ങിക്കിടക്കുന്ന ഒരധികാരം ഇന്ന് രാവിലെ പൊട്ടിമാറാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ യേശുവേ എന്ന് വിളിച്ച് നോക്കന്നെ. തൂങ്ങണോ? തൂങ്ങിച്ചാവണോ? തൂങ്ങാൻ പോയോ? എത്ര പ്രാവശ്യം? കുറെ പ്രാവശ്യം പോയി. എടാ, ഇന്നിപ്പോ തൂങ്ങലും നിൽക്കാൻ പോവാ. വീട്ടിൽ ആരാ തൂങ്ങിച്ചത്തെ? ഇവന്റെ അച്ഛൻ 16 വർഷം മുമ്പ് തൂങ്ങിച്ചത്ത അച്ഛൻ്റെ ആത്മാവ് വീട്ടിൽ കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങളത് ഇറക്കി വിടാൻ പോവാ. എല്ലാവരും യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ കരമടിച്ച് യേശുവേ എന്ന് വിളിച്ച്, മേലിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടല്ലാതെ നിനക്ക് എന്റെ മേൽ ഒരധികാരവും ഇല്ല. ശരത്തെ മോനെ, നീ ഇന്നു മാറും. യേശു നിന്നെ മാറ്റും. നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശം തന്നേക്കുക. നിന്റെ അച്ഛൻ കയറി തൂങ്ങിയ പോലെ. എൻ്റെ അച്ഛന് എത്ര വയസ്സുണ്ടായിരുന്നു? 36 വയസ്സ്. നിനക്ക് എത്ര ഉണ്ട് വയസ്സ്? കേട്ടില്ലയോ? നിങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റി കേട്ടില്ലേ? ഇന്ന് രാവിലെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ സൂത്രത്തെ പൊട്ടിച്ചു കളയാൻ പോവാ. ഇവിടെ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. എടാ മക്കളെ, നിന്നെ ഒരാൾ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ നിനക്ക് തോന്നും. ശരിക്കും തോന്നില്ലേ? തോന്നും. മരിക്കാൻ പോണം, മരിക്കുന്ന ഇഷ്ടം, അങ്ങനെ തോന്നുന്നു നിനക്ക്. സത്യം ആന്നു. ഇന്ന് രാവിലെ ആ വിളിക്കുന്ന ആളില്ലേ, ആളിനെ ഞാൻ പറഞ്ഞു വിടാൻ പോവാ. നിങ്ങളൊന്ന് കൈയടിച്ചൊരു സ്വപ്നം ചെയ്യത്തില്ലേ? ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെടട്ടെ, ഒരു വീട് രക്ഷപ്പെടട്ടെ, അവിടെ കുടുംബം യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. എല്ലാരും കൂടെ ആദരവൊന്ന് തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചു. മോളെ, നീ കരയുന്ന കരച്ചിലല്ലേ ദൈവം കേട്ടിട്ടുണ്ട്. നിന്റെ പൊന്നും മക്കൾക്ക് അച്ഛനില്ലാതെ വരത്തില്ല. ഇവൻ തൂങ്ങിച്ചാവുകയല്ല. ഇന്ന് രാവിലെ ആ കെട്ട് ഞങ്ങൾ പൊട്ടിച്ചു വിടും. ഇന്ന് രാവിലെ യേശുവിന്റെ പ്രവൃത്തി നിന്റെ വീട്ടിൽ ഇറങ്ങി വരും. അന്ന് കരങ്ങളടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാവ് തുറന്ന്. നമ്മൾ ഈ പിള്ളേരെ വെട്ടാൻ ഒത്തിരി പെടാപ്പാടുപെട്ടതാ. എന്നോട് ദൈവം പറയുവാ, നിന്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ മാറാൻ പോവാ. നിന്റെ വീടിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരും. ഒരു സ്വസ്ഥതയും നിന്റെ വീട്ടിലില്ല, ഒരു സമാധാനവും നിന്റെ വീട്ടിലില്ല. ഇന്ന് രാവിലെ യേശു നിനക്ക് സമാധാനം വരാൻ പോവാ. ആ വീട്ടിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരാൻ പോവാ. ദൈവത്തിന്റെ സമാധാനം കൊണ്ട് ഇന്ന് രാവിലെ എന്റെ ദൈവവരെ നിറയ്ക്കാൻ പോവാ. ഒന്ന് വിളിച്ച യേശുവേ, യേശുവേ എന്ന് വിളിച്ചേ. ഈ കുടുംബത്തിനെതിരെ കെട്ടിയ സർവ കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ കരമടിച്ചു യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ആ കൈയടിച്ച നാമത്തെ വിളിച്ച്, യേശു എന്ന നാമത്തെ വിളിച്ച്. മേലിന്ന് അധികാരം ലഭിച്ചിട്ടല്ലാതെ നിനക്ക് എന്റെ മേൽ ഒരധികാരവും ഇല്ല. മേലിന്ന് അധികാരം ലഭിച്ചിട്ടല്ലാതെ നിനക്ക് എന്റെ മേൽ ഒരധികാരവും ഇല്ല. മോനെ, ഞാനിപ്പം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ മാത്രല്ല, ഈ സഭ മൊത്തം പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ കേട്ടെ, ഇവന് 14 വയസ്സുള്ളപ്പോ ഇവന്റെ അപ്പൻ തൂങ്ങിയാടി അവന്റെ വീട്ടിൽ. ഈ കൊച്ച അതുപോലെ പല ആവർത്തികൾ മരിക്കാൻ കയറുകൊണ്ടുപോയി. പക്ഷെ അവൻ ജീവനോടെ ഇരുന്നത് എലോഹീമി വരാനാ. ഇവിടെ വരണമെന്ന് ദൈവം തീരുമാനിച്ചുറപ്പിച്ചതാ. ഇന്ന് രാവിലെ കൊച്ചിന്റെ മണ്ടയ്ക്ക് പിശാചെടുത്തു വെച്ച മുഖങ്ങൾ ഇന്ന് രാവിലെ പൊട്ടിമാറാൻ പോവാ. മക്കളെ, നിങ്ങൾ താമസിക്കുന്ന മണ്ണിൽ ഇതിന്റെ ഒരു തായ്വേര് കിടപ്പുണ്ട്. ആ സൂത്രം ഇപ്പോഴും ആ മണ്ണിൽ കിടക്കുക. അതാ ഞാൻ കാണുന്നേ. അവിടോട്ട് ചെല്ലുമ്പോഴാ ഇവന് ഈ പ്രശ്നമല്ല. സത്യ
മക്കളെ, അവിടെ ഈ സാധനം കിടക്കുന്നേ. ഞാൻ അങ്ങനെ കാണുന്നേ. നിന്നെ ജീവിപ്പിക്കത്തില്ലെന്ന പിശാച് നിന്റെ മുമ്പിൽ നിന്ന് എന്നോട് പറയുന്നേ. കർത്താവ് എന്നോട് പറയാം, നിനക്ക് ദൈവം ആയുസ് തരാൻ പോവാ, നിനക്ക് ദൈവം ജീവൻ തരാൻ പോവാ, നീ ആള് മാറാൻ പോവാ. ഇന്ന് രാവിലെ യേശു നിന്നെ തൊടാൻ പോവാ. മേളിന്ന് അധികാരം ലഭിച്ചിട്ടല്ലാതെ ഒരധികാരമില്ല. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. നിനക്ക് വേണ്ടി ചലിക്കുന്നൊരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഈ കൊച്ചിൻ്റെ മേൽ പിശാച് വെച്ച നുഖത്തിൻ്റെ കടുക്കൾ എല്ലാവരും യേശുവേ എന്നൊന്ന് വിളിച്ച് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് സ്തോത്രം ചെയ്തേ. അവൻ്റെ മേൽ വ്യാപരിക്കുന്ന സകല കടുങ്കട്ടുകളും അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ അവനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുരാധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കുന്ന ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ കെട്ടുകളും പൊട്ട, ശരീരത്തിൽ വ്യാപരിക്കുന്ന സർവ്വകെട്ടുകളും പൊട്ട. യേശുവിന്റെ നാമത്തിൽ അവനെ കൊല്ലാൻ കയറിയ മുഴുവൻ വ്യാപാരങ്ങളോ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ ശരീരത്തിൽ നാം കെട്ടുപൊട്ടട്ടെ, മുഖങ്ങൾ പൊട്ടട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ പൊട്ടട്ടെ. ഇവരെ വിടുതൽക്കപ്പെടട്ടെ, ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവന്റെ പിതാവ് മരിച്ചതുപോലെ ഇവനെയും കൊന്നുകളയാൻ എഴുന്നേറ്റു വന്ന എല്ലാ ദുഷ്ടവ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോട്ടെ. ഇവന്റെ മനസ്സ് മാറട്ടെ, ഇവന്റെ മനസ്സ് മാറട്ടെ, ഇവന്റെ മനസ്സ് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ നിങ്ങളെ കൈയൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചു. മോനെ, ഇന്ന് തൊട്ട് മദ്യത്തെ തുടരുത്. ഏത് കൂട്ടുകാരെ വിളിച്ചാലും പോവരുത്. നിന്നെ വിളിച്ച ശക്തി ഇന്ന് പോയിട്ടുണ്ട്. യേശു നിന്റെ കൂടെ ഉണ്ട്. വേണ്ട, ഈ മോൻ ജീവിക്കും. ഈ 2 കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്ക്. ഇവൻ ഈ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊടുക്കും. ആ രൂപത്തിൽ ദൈവം ഇവൻ ആയുസ്സും ആരോഗ്യം കൊടുക്കും.